വലിച്ചിഴയ്ക്കുന്ന സമയത്ത് ചില ആളുകൾ പറയുന്നുണ്ട് കഴുത്ത് വെട്ടടാ എന്ന് പറയുന്നുണ്ട്. കഴുത്ത് വെട്ടാനുള്ള കത്തികൾ അവരുടെ കൈകളിലുണ്ട്, വാളുകളുണ്ട്. ആർക്കെങ്കിലും എന്ന് തോന്നിയാൽ മതി കഴുത്ത് വെട്ടും. കത്തിക്കട എന്ന് പറയുന്നവരുണ്ട്. കത്തിക്കാനുള്ള എണ്ണയും പന്തവും അവരുടെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും ഒന്ന് തോന്നിയാൽ മതി ഈ രണ്ടുപേരും അവിടെ കത്തിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അന്ന് ഈ മീന സിസ്റ്ററിന് 28 വയസ്സായിരുന്നു. ഇന്ന് 45 വയസ്സാണ്. സിസ്റ്റർ ഇന്ന് ഒരു അഡ്വക്കേറ്റ് ആണ്. സിസ്റ്റർ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി കോടതികളിൽ വാദിക്കാനായിട്ട് സിസ്റ്റർ കറുത്ത കോട്ടുവിട്ട്, ആ സന്യാസ വസ്ത്രത്തിന് മീതെ കറുത്ത കോട്ടുവിട്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് പറഞ്ഞേ, സിസ്റ്ററിന് തന്റെ കന്യാത്വം സൂക്ഷിക്കാനുള്ള അവകാശമില്ലേ? ആർക്കു വേണ്ടിയാണ് അവർ തന്റെ വിശുദ്ധി, തന്റെ കന്യാത്വം, തന്റെ ശരീരത്തിന്റെ വിശുദ്ധി, തന്റെ ബഹുമാനം നിറഞ്ഞ ആ അവസ്ഥ വേണ്ട എന്നല്ല, അത് ഉപേക്ഷിക്കാൻ, അതിനെക്കുറിച്ച് പരിതപിച്ചു കൊണ്ടിരിക്കാൻ, അതിനെ ഓർത്ത് ഞാനിത് അപമാനിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇനി ഈശോ എന്നെ സംരക്ഷിച്ചില്ല, ഇനി ഞാൻ എന്തിന് ജീവിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അവള് ദേശം വിട്ട് അല്ലെങ്കിൽ സഭ ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്തത്, ധീരതയോടെ മുന്നോട്ട് വരികയാണ്. നമുക്കറിയാവുന്ന മറ്റൊരു ചരിത്രമുണ്ടല്ലോ, വിശുദ്ധ ആഗ്നസിന്റെ ചരിത്രം. 3-ാം അച്ഛന് ഈ മീന സിസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഇതാ സിസ്റ്റർ നഗ്നയായി മുന്നോട്ട് പോകുമ്പോ, അവര് വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോ ഒരത്ഭുതവും സംഭവിച്ചിട്ടില്ല. ഒരു മുടിയും വളർന്നിട്ടില്ല, ഒരു ഭാഗവും മറക്കപ്പെട്ടിട്ടില്ല. ആഗ്നസ്, വിശുദ്ധ ആഗ്നസിനെ അവർ വേശ്യാലയത്തിലാക്കി. വേശ്യാലയത്തിൽ കാമഭ്രാന്തന്മാർ അവളുടെ വിശുദ്ധി കവരാൻ കാത്തുനിന്നു. അവളെ നോക്കിയവർ, അവളെ അശുദ്ധിയോടെ നോക്കിയവരുടെ കണ്ണുകൾ അന്ധമായി. അവളെ സമീപിച്ചവർ കുഴഞ്ഞു വീണു. അങ്ങനെ അവളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി അവളെ നശിപ്പിക്കാമെന്ന തീരുമാനം പിൻവലിച്ച് അവളെ കഴുത്ത് വെട്ടി കൊല്ലുകയാണ് പിന്നീട് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം